യുധിഷ്ഠിരൻ പറഞ്ഞതനുസരിച്ചാണ് അർജുനൻ ഇന്ദ്രനെ സന്ദർശിക്കാൻ ദേവലോകത്തേക്ക് പോയത്. അവിടെ വെച്ച് ഉർവശി എന്ന സുന്ദരിയായ സ്വർഗീയ അപ്സര അവനെ കണ്ടു. അർജുനന്റെ ധൈര്യവും ശക്തിയും സൗന്ദര്യവും അവളെ വളരെയധികം ആകർഷിച്ചു. അർജുനനോട് അഭിനിവേശം തോന്നിയ ഉർവശി അവനോട് തന്റെ ആഗ്രഹം പറയുന്നു. എന്നാൽ അവളുടെ മുന്നേറ്റങ്ങൾ അദ്ദേഹം വിനയപൂർവ്വം നിരസിച്ചു. തന്റെ പൂർവികനായ പുരൂരവസിന്റെ ഭാര്യയായിരുന്നതുകൊണ്ട് താനും ഉർവശിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവളെ ഓർമ്മിപ്പിച്ചു. ബഹുമാനപൂർവ്വം ഉർവശിയോട് അമ്മയുടെ സ്ഥാനത്ത് മാത്രമേ കാണുവാൻ സാധിക്കൂ എന്ന് അർജുനൻ വ്യക്തമാക്കി. അവൾക്ക് സ്വയം അപമാനം തോന്നി. ഏതൊരു പുരുഷനും മോഹിക്കുന്ന സുന്ദരിയായ തന്റെ മനോഹാരിത നിരസിക്കുവാൻ കേവലം ഒരു മനുഷ്യനായ ഇവൻ എങ്ങനെ കഴിയുന്നു? അവളുടെ നിരാശ കോപമായി മാറി. അവൾ അർജുനനെ നീ ഒരു നപുംസകമായി തീരട്ടെ എന്ന് ശപിച്ചു. ധർമ്മത്തിന്റെ പേരിൽ തനിക്ക് വന്ന ഗതിയോർത്ത് അർജുനൻ അസ്വസ്ഥനായി. നീ ശാപം 1 വർഷത്തേക്ക് അനുഭവിക്കേണ്ടി വരികയുള്ളൂ എന്ന് ഇന്ദ്രൻ അവനെ ആശ്വസിപ്പിച്ചു. വനവാസം കഴിഞ്ഞ 1 വർഷം അജ്ഞാതവാസം നടത്തേണ്ടതുണ്ട്. ആ സമയത്ത് നിനക്ക് ഈ ശാപം ഉപകാരപ്പെടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉർവശി ശാപം ഉപകാരമായി. അജ്ഞാതവാസ സമയത്ത് ബൃഹന്തൾ എന്ന നപുംസകമായി വിരാട രാജ്യത്തിലെ രാജകുമാരിയെ നൃത്തവും സംഗീതവും പഠിപ്പിച്ചുകൊണ്ട് തന്റെ വ്യക്തിത്വം മറച്ചുവെച്ചുകൊണ്ട് അർജുനൻ 1 വർഷം വിജയകരമായി പൂർത്തിയാക്കി.